അരുൺ, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരിക്കും വയനാട് നേരിട്ടത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സ്ഥലത്തേക്ക് പ്രധാനമന്ത്രി വരുന്ന സമയത്ത് വലിയ ഒരു പ്രതീക്ഷയാണ് നമ്മുടെ മുന്നിലൊക്കെ ഉള്ളത്. കാരണം നാളെ സുരേഷ് ഗോപി ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏരിയൽ സർവേ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പം നരേന്ദ്രമോദി വരുന്ന സമയത്ത് ശരിക്കും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് വയനാട് നരേന്ദ്രമോദി കാണാൻ പോകുന്നതാണ്. കാരണം മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് വയനാട് എന്നുള്ളതുകൊണ്ട് അവിടെ ഈ പുനരധിവാസം എന്ന് പറയുന്നത് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ പറ്റിയ സ്ഥലങ്ങളിലെ ജനങ്ങളെ എല്ലാം മാറ്റിപ്പാർപ്പിക്കണം എന്നാണല്ലോ കേന്ദ്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് ഈ സംഭവം നടന്ന ഉടനെ തന്നെ പറഞ്ഞത് 14,000 ഈ കേരളത്തിൽ തന്നെ 14,000-ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്നാണ് അമിത്ഷാ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനത്തിൻ്റെ അകത്ത് ഈ പറയുന്ന ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനനുസരിച്ചുള്ള ഒരു പാക്കേജ് കേരളം ആവശ്യപ്പെടുകയും അതിനനുസരിച്ചുള്ള ഒരു പാക്കേജ് കേന്ദ്രം തരണം എന്നുള്ളതാണ്. കാരണം അടുത്ത കാലങ്ങളിലായി ഫ്ലഡിൻ്റെ കാരണത്തിലായാലും അടുത്ത കാലങ്ങളായി ഒത്തിരി ഡിസാസ്റ്റർ നമ്മൾ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ലെവലിലേക്കുള്ള ഒരു വലിയൊരു പാക്കേജ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ 14,000 വീണ്ടും തന്നില്ലെങ്കിലും ഈ 1,200 കോടി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ കേരളം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് 2,000 കോടിയെങ്കിലും പിന്നെ ഈ പുനരധിവാസത്തിനും മറ്റുള്ള സംവിധാനത്തിനുമായിട്ടുള്ള ഫണ്ട് വേണമെന്നാണല്ലോ ഇപ്പോൾ നമ്മൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പാക്കേജ് നരേന്ദ്രമോദി ഈ വിസിറ്റ് കഴിഞ്ഞതിന് ശേഷം കളക്ട്രേറ്റിലൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽഡായി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞ പോലെ അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ഡൽഹിയിൽ തിരിച്ചെത്തിയതിന് ശേഷം ഒരു പാക്കേജ് പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പരിധിവരെ പറഞ്ഞിരിക്കുന്നത് 1,200 കോടി നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. 2,000 കോടി നമുക്ക് വേണം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തൊരു കാര്യം ഒറ്റ കാര്യം, ഈ സൈക്ലോൺ ഫാനിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒഡീഷയിൽ 2019 സംഭവിച്ചത്. ഒഡീഷ സർക്കാർ ആവശ്യപ്പെട്ട എത്രയാണെന്നറിയോ? 29,000 crores. അതാണ് അതിലേക്കാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ പറയുന്നത് നമ്മൾ പണം ആവശ്യപ്പെടാൻ ഒരു തൻ്റെ ഇടം നമുക്ക് ആവശ്യമുണ്ട്, ഇല്ലേ? ഞാനിപ്പോഴും പറയുന്നത് 2,000 കോടി ചോദിച്ചത് വളരെ കുറഞ്ഞു പോയി എന്നുള്ളതാണ്. കാരണം ഒരു ഡിസാസ്റ്റർ സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡിസാസ്റ്റർ സ്റ്റേറ്റിൻ്റെയൊക്കെ ആവശ്യമായ പണങ്ങൾ മുഴുവൻ നമ്മളിപ്പോൾ ചോദിക്കണം. കാരണം ഇത്രയും വലിയൊരു കാഷ്വാലിറ്റി അടുത്ത കാലത്ത് ഇത്രയും വലിയൊരു കാഷ്വാലിറ്റി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിനനുസരിച്ച് സാർ പറഞ്ഞ പോലെ അതിനനുസരിച്ച് ഇനി നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് നമ്മുടെ മുന്നിൽ വേണം. അതിനനുസരിച്ചുള്ള പ്രപ്പോസൽ കേന്ദ്രത്തിന് മുമ്പിൽ വെക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. അതിനനുസരിച്ചുള്ള വെക്കുമായിരിക്കും ചിലപ്പോൾ, ഇനി അങ്ങോട്ട് അതിനെ വെക്കുമായിരിക്കും. പക്ഷേ ഈ സമയത്ത് തന്നെ അദ്ദേഹം വരുന്ന സമയത്ത് തന്നെ അത് വെക്കുകയാണെങ്കിൽ വലിയ മാറ്റം ചിലപ്പം ഉണ്ടായിക്കൂടായില്ല. കാരണം ഇത്രയും വലിയൊരു കാഷ്വാലിറ്റി ഉണ്ടായി അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. 400-ലധികം എന്നുള്ള 400-അടുത്ത് എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഔദ്യോഗിക കണക്ക് പുറത്ത് വരുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ അത്രയും കാഷ്വാലിറ്റി ഉണ്ടായ സ്ഥിതിക്ക് ആ പറഞ്ഞ ഒരു വലിയ ഫണ്ടിലേക്ക് കേരളം ചോദിക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്. അതിനേക്കാൾ അപ്പുറം വയനാട് പോലെയൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ പറയുന്ന 1,000-ലോ 2,000-ലോ 3,000-ലോ ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചാൽ ഈ ലാൻഡ് സ്ലൈഡുള്ള സ്ഥലത്തെ ആൾക്കാരൊന്നും മാറില്ല. കാരണം അവിടെ മേപ്പാടി പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകൾ എത്ര മേപ്പാടി ഒറ്റ പഞ്ചായത്തിൻ്റെ കീഴിൽ എനിക്ക് തോന്നുന്നു 10,000-ലധികം വീടുകളുണ്ടാവും ഈ ലാൻഡ് സ്ലൈഡിൻ്റെ ഭീഷണിയിൽ ജീവിക്കുന്ന ഉള്ള സ്ഥലങ്ങളിൽ. ഇപ്പോൾ നമ്മൾ ചൂരൽമലയും ഈ മുണ്ടക്കയും ഈ പറഞ്ഞ പുഞ്ചിരിമട്ടവും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളേ ഉള്ളൂ. ഈ പറഞ്ഞ ചേമ്പ്ര പീക്കിൻ്റെ പല ഭാഗങ്ങളും ചുണ്ടേൽ ടൗൺ തുടങ്ങി മേപ്പാടി ടൗൺ വരെയുള്ള ഭാഗങ്ങളെല്ലാം ഈ പറഞ്ഞ സംവിധാനത്തിൻ്റെ കീഴിൽ അവിടെ ഇത് മാറ്റിപ്പാർപ്പിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അതിനനുസരിച്ചുള്ള പാക്കേജുകളുടെ മുമ്പ് നമുക്ക് വയനാടിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എല്ലാ വർഷവും കേരള സർക്കാർ ബഡ്ജറ്റ് പാസ്സാകുന്ന 4,000-5,000 കോടിയുടെ പാക്കേജുകൾ പാസ്സാക്കുമെങ്കിലും ആ പാക്കേജുകൾ 12,000 വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചത് 12,000 കോടി രൂപയുടെ പാക്കേജ് പാസ്സാക്കിയിട്ട് 554 കോടിയൊക്കെയാണ് സ്പെൻഡ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്കിതിൻ്റെ അകത്ത് എടുത്തു പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് വയനാടിനൊരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് ഇന്ന് ഈ സമയം അത് നാളത്തെ പ്രപ്പോസലിൻ്റെ ഭാഗമാക്കണം എന്ന് പറയുന്നതാണ് ഞാൻ പറയുന്നത്. കാരണം വയനാട്ടിൽ മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ താലൂക്ക് ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി അതിനെ നമ്മൾ മെഡിക്കൽ കോളേജാണെന്ന് പറയുന്നതിനേക്കാളും അപ്പുറം നാളെ ഈ പ്രപ്പോസലിൻ്റെ ഭാഗമായിട്ട് വയനാടിന് ഒരു മെഡിക്കൽ കോളേജ് വേണം എന്ന് പറയുന്ന നിലയ്ക്കേക്ക് കേന്ദ്രത്തിനോടൊരു ആവശ്യം ഉന്നയിച്ചാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് നടന്നുകൂടാക്കില്ല. കാരണം ഒരു കാര്യം എന്ന് പറയുന്നത് അത് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം കൂടിയാണ്. കാരണം നരേന്ദ്രമോദി വിസിറ്റ് ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് രാജിവെച്ചു എങ്കിൽ കൂടെ അപ്പം അതും കൂടെ എല്ലാം കണക്കാക്കി ഒരു വലിയ പാക്കേജിൻ്റെ നിലയിലേക്ക് ഈ പറഞ്ഞ സംവിധാനം മാറണം എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ, ഈ മുണ്ടക്കൈ പ്രദേശം അപ്പാടെ ഒളിച്ചുപോയി എന്നുള്ളതാണോ. അപ്പോൾ നമുക്കിതൊരു പുനരുദ്ധാരണ പാക്കേജ് എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്ത് ഈ റീഹാബിലേറ്റ് ചെയ്ത് പുതിയ സ്ഥലത്ത് നമ്മളിതിനെ പുനർനിർമ്മിക്കുമ്പോൾ ഉണ്ടാകേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നമുക്ക് കേന്ദ്രത്തോട് ആവശ്യപ്പെടാം.
എന്തൊക്കെ അടിസ്ഥാന സൗകര്യം വേണോ ആ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നു ഈ 1200 കോടി 2000 കോടി എന്ന് പറയുന്നത്. ആ 2000 കോടിയിലേക്ക് അങ്ങനെ ചുരുങ്ങുന്നതിനേക്കാളും അപ്പുറം വയനാടിന് വേണ്ടിയിട്ടൊരു മൊത്തം പാക്കേജാണ് ഇതിന് മുമ്പിൽ വെക്കേണ്ടത്. കാരണം ഇതുപോലെയുള്ള എത്ര സ്ഥലങ്ങൾ നമ്മുടെ വയനാട്ടിലുണ്ട്, എന്തൊക്കെ ഈ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്, അതിനനുസരിച്ചുള്ള മൊത്തം ഒരു പാക്കേജ് നാളെ നരേന്ദ്രമോദിന് മുമ്പിൽ അതെങ്ങനെയാണ് കാണിക്കുന്നത് നമുക്കറിയില്ല. കാരണം നമുക്ക് അതിൻ്റെ കാരണം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ അങ്ങനെ ഒരു പാക്കേജ് നരേന്ദ്രമോദി അതങ്ങനെ ഒരു പാക്കേജ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു 50% തരാനുള്ള ബാധ്യസ്ഥരായി മാറും. അല്ലാതെ ഈ പറഞ്ഞ ലെവലിലേക്ക് ഈ പറഞ്ഞ മുണ്ടക്കൈ, അതുപോലെ ചൂരൽമല, ഈ പറഞ്ഞ പുഞ്ചിരിമട്ടം സ്ഥലത്തെ ഒരു 24 ഹെക്ടർ സ്ഥലം ഒലിച്ചുപോയി, അതിൻ്റെ അകത്ത് 1200 വീടുകളുണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് 400ഓളം കാഷ്വാലിറ്റി ഉണ്ടായി എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ഇതാണ് ഞങ്ങളുടെ വയനാടിൻ്റെ അവസ്ഥ. ഇത് ഇങ്ങനെയൊരു മലകളാൽ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്ന സ്ഥലമാണ്. പ്രകൃതി ദുരന്തം വന്യമൃഗശല്യങ്ങളാൽ ജീവിക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾക്ക് ചുരം റോഡില്ല, ഞങ്ങൾക്ക് ബദൽപാതയില്ല, രാത്രികാല നിരോധനമില്ല. ഞാൻ പറയുന്നത് വയനാടിനെക്കുറിച്ച് എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം നാളത്തെ പ്രപ്പോസൽ വേണം. നമുക്ക് രാത്രികാല നിരോധനം എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. രാത്രികാലം എന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രി വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ചുരം ഇറങ്ങി ഒരു ചുരത്തിലൊരു വണ്ടി ബ്ലോക്കായി, അതോടുകൂടി നമ്മൾ വയനാട് പൂട്ടി എന്നുള്ളതാണ്. നമ്മൾ വീട് പൂട്ടി പുറത്തിറങ്ങുന്ന പോലെയാണ്. ഒരു ജില്ലേനെ പൂട്ടി നമ്മൾ പുറത്തിറങ്ങും. ഒരു 2 ചുരം ബ്ലോക്കായിട്ടുണ്ടെങ്കിൽ വയനാട് ജില്ല കുടുങ്ങി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഒരു സ്ഥലത്തേക്ക് പോകുന്ന കർണാടകയെ ബന്ധപ്പെട്ട് നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതിപ്പോൾ രണ്ടാമതൊരു വഴിയോട് തുറന്നുണ്ട് എങ്കിൽ കൂടെ വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഗുണ്ടിൽപേട്ട വഴിയുള്ള റോഡ് നമുക്ക് രാത്രികാല നിരോധനത്തിൽപ്പെട്ട് കിടക്കുകയാണ്. ആ കാര്യങ്ങളടക്കം നമ്മുടെ മുന്നിൽ സർക്കാരിൻ്റെ മുമ്പിൽ നാളെ പ്രഖ്യാപിക്കുന്നത് നരേന്ദ്രമോദി ഒരിക്കലും ഒരു ജില്ലയിൽ വന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ഒരു ജില്ലയിൽ വന്നിട്ട് ആ ജില്ലയുടെ കാര്യം കേൾക്കുന്നത് ചരിത്രത്തിൽ വളരെ ചുരുക്കമായിരിക്കും അല്ലേ. ഒരു സംസ്ഥാനത്ത് വന്നിട്ട് ആ ജില്ലയിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് ചോദിക്കുന്ന ഒരു സംവിധാനമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്റ്റ് എത്രയും പെട്ടെന്ന് തയ്യാറാക്കണം എന്നുള്ളത്. ഏതെങ്കിലും കാരണവശാൽ അത് സർക്കാരിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇല്ലെങ്കിൽ ഇന്ന് രാത്രിയെങ്കിൽ കൂടി ഇരുന്നിട്ട് ഇന്ന് രാത്രി 10-15 ഉദ്യോഗസ്ഥന്മാരെ ഇരുത്തിയിട്ടാണെങ്കിലും വേണ്ടില്ല അങ്ങനെ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്ത് അതൊരു വലിയ പാക്കേജായി നരേന്ദ്രമോദി അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ അതിലുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് നമുക്ക് ചോദിക്കാൻ പറ്റും. ഞങ്ങൾ അന്ന് ചോദിച്ചിരുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ കളക്ട്രേറ്റിൽ വന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ചോദിച്ചിരുന്നു ഇങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കി ഭാവിയിൽ ഉണ്ടായാൽ നമുക്ക് ചോദിക്കാൻ പറ്റണം. വയനാട് പോലൊരു സ്ഥലത്ത് ഭാവിയിൽ ഉണ്ടായാൽ നമുക്ക് ചോദിക്കാൻ പറ്റണം. വയനാട്ടുകാർ അനുഭവിക്കുന്ന ഏക ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഒന്ന് പറഞ്ഞ് രണ്ടാമത് കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എന്തോ സീരിയസ് ആയ ആൾക്കാരെ കൊണ്ടുപോകുക എന്ന് പറയുന്നതാണ്. ഞാൻ പറയുന്നത് ഇപ്പം നമുക്കൊരു അസുഖം വന്നു പെട്ടെന്ന് അപ്പോൾ പെട്ടെന്ന് കോഴിക്കോടേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഏകദേശം അദ്ദേഹത്തിന് അത്ര സീരിയസ്നെസ്, കാരണം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതൊന്നും പറയണ്ട, കോഴിക്കോടേക്ക് കൊണ്ടുപോയാൽ മതി എന്ന് പറയാം. അപ്പോൾ കോഴിക്കോടേക്ക് കൊണ്ടുപോകുന്നത് മാറി വയനാട്ടിലേക്ക് നിർത്തുക എന്ന് പറയുന്ന ഒരു ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പിന്നെ അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ടല്ലോ. നമുക്ക് ഈ പറഞ്ഞ പിന്നോക്ക വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് വയനാട്. ആദിവാസി പിന്നോക്ക, അതുപോലെ തന്നെ ദളിത് വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് വയനാട്. അവർക്ക് വേണ്ട പാക്കേജുകൾ അതിനേക്കാളും അപ്പുറം നമ്മൾ മുൻകൈ എടുത്ത് പറയേണ്ട പ്രധാനമന്ത്രിയോട് പറയേണ്ട കാര്യം വന്യമൃഗവുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനമാണ്. വന്യമൃഗശല്യങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം എത്ര മരണമാണ് നമ്മൾ തന്നെ ഈ റിപ്പോർട്ടർ ചാനൽ തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ എത്ര എണ്ണമാണ് നമ്മൾ എത്ര സമരങ്ങൾ കണ്ടു, എത്ര വന്യമൃഗശല്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. ഇതിന് ഒരു പാക്കേജ്. അപ്പോൾ ഞാൻ പറയുന്ന ഒരു സമഗ്രമായ വയനാട് പാക്കേജ് നാളത്തെ പ്രധാനമന്ത്രിയുടെ സംവിധാനത്തിന് മുമ്പിൽ അക്കമിട്ടിരിക്കുന്ന 1/2 മണിക്കൂറും കണ്ടാണ് സമയം കൊടുത്തിരിക്കുന്നത്. അക്കമിട്ട് അല്ലേ കൽപ്പറ്റയിൽ അക്കമിട്ട് നമുക്ക് നിരത്തി അത് അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ശൈലിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും. കാരണം അതിന് ഞാൻ പറയുന്നത് ഒരിക്കലും അത് കളക്ടർ ചെയ്തോട്ടെ അല്ലെങ്കിൽ മന്ത്രിമാർ ചെയ്തോട്ടെ എന്നുള്ളതിനേക്കാൾ നല്ലത് അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ ചെയ്തു കൊടുക്കാൻ പറ്റിയൊരു ആളെ കൊണ്ട് അത് കൃത്യമായി. കാരണം അതിൻ്റെ അകത്ത് നമുക്ക് ഔചിത്യമൊന്നും വേണ്ട, ഇന്നയാൾ വേണം എന്നുള്ളതോ അല്ലെങ്കിൽ പ്രോട്ടോക്കോളൊന്നും വേണ്ട. ആരാണോ വേണ്ടതെന്നുള്ളത് കറക്റ്റായി നമുക്കത് പറഞ്ഞ് അദ്ദേഹത്തിന് മനസ്സിലാക്കിയാൽ കൊടുത്താൽ ഞാൻ വിശ്വസിക്കുന്നത് വയനാട് പോലത്തെ ഒരു സ്റ്റേറ്റിന് അല്ലെങ്കിൽ വയനാട് പോലെ ഒരു ജില്ലയ്ക്ക് നല്ല രീതിയിലൊരു പാക്കേജ് കിട്ടും. അതിൽ ഈ 2000 ഒക്കെ നമ്മൾ ചോദിച്ചു. അത് നമ്മൾ പറയേണ്ടത് ഞങ്ങൾ ഇതിന് ഉദ്ദേശിച്ചത് ഈ 2000 ആണ്, പക്ഷേ ഞങ്ങൾക്ക് മൊത്തമായിട്ട് പാക്കേജാണ് വേണ്ടത് എന്നുള്ള കാര്യം നല്ല രീതിയിൽ പ്രധാനമന്ത്രിയെ ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ബോധിപ്പിക്കുന്ന കണക്കിൻ്റെ ഒരു 50% കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത്രയും അധികം കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കേരളത്തെ ഈ പറയുന്ന വയനാട് ദുരന്തത്തെ ജനങ്ങൾ കണ്ടത് ഇന്ത്യയിലെ ജനങ്ങൾ മാത്രമല്ല, ലോകം മുഴുവനാണ്. എത്ര രാഷ്ട്രതലവന്മാർ അറ്റിറ്റ് ചെയ്തെന്നറിയോ? മാർപ്പാപ്പ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ഇപ്പം വേറൊരു രാജ്യത്ത് ഒരു 100 പേര് മരിച്ചാൽ നമ്മുടെ ഹെഡ്ലൈൻ അല്ലേ, ആണ്, അല്ലെങ്കിൽ 150 പേര് മരിച്ചാൽ നിരന്തരം വലിയ വാർത്തയല്ലേ. ഇവിടെ ഇപ്പം വയനാട്ടിൽ 400 പേര് മരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ലോക വാർത്തയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശവും കൂടിയായിരിക്കും.
എൻ്റെ ജനത 400 അടുത്ത് വരുന്ന ജനത ഒരു ഉരുൾപൊട്ടൽ ഒളിച്ചു പോയപ്പോൾ ഞാൻ അവരെ എത്ര കൈയച്ച് സഹായിച്ചു എന്ന് പറയുന്നത് ജനങ്ങൾ ലോകത്തിന് കൊടുക്കുന്ന ഒരു മാതൃകയായിരിക്കും. ആ മാതൃക ഒരു കാരണവശാലും എമൗണ്ടിൽ കുറയില്ല, അല്ലെങ്കിൽ അവരുടെ പാക്കേജിൽ കുറയില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ കുറയാത്ത സ്ഥിതിക്ക്, അങ്ങനെ കുറയില്ല എന്നുള്ള ഉറപ്പുള്ള സ്ഥിതിക്ക് ഞാൻ വിശ്വസിക്കുന്നത് വലിയ പാക്കേജുകളെ പറ്റുള്ളൂ. നമുക്ക് ചോദിക്കാതെ, ഉണ്ണിസാർ നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഒത്തിരി പണം ഉണ്ടാവാം. 14,000 കോടി ഡിസാസ്റ്റർ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടാവും. പക്ഷേ 14,000 കോടി ചോദിക്കാതെ തരാൻ പറ്റില്ല. എനിക്ക് 200 കോടി മതി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ 2,000 കോടി എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ അകത്ത് ഒരു 20% കുറച്ചേ തരാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ ഒരു 10,000 കോടിയെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് 5,000 കോടിക്ക് നമുക്ക് അതിൻ്റെ ഒരു, കാരണം ഇതെല്ലാം ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒറ്റ അക്കൗണ്ടിൽ കിടക്കുന്ന പണമാണ്. അദ്ദേഹം തീരുമാനിച്ചാൽ തരാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമ്മൾ വെക്കുന്ന ഈ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിലും നമ്മൾ ചോദിക്കുന്നില്ല, നമ്മൾ ആ ജില്ല പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്ന പണമല്ലല്ലോ. നമുക്ക് ജീവൻ ഉപാധികൾ നഷ്ടപ്പെട്ടതുകൊണ്ട്, നമ്മുടെ വന്യമൃഗമായി ബന്ധപ്പെട്ട് നമുക്ക് ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട്, ഇതെല്ലാം ഡിസാസ്റ്ററിൻ്റെ കീഴിൽ വരുന്നതാണ്. അതുപോലെ തന്നെ മഴ കെടുത്തിയുമായി ബന്ധപ്പെട്ട, ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന ആൾക്കാരെ ബന്ധപ്പെട്ടു, അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ഒരു പ്രപ്പോസൽ ഗവൺമെൻറ് മുമ്പിൽ വെക്കണം എന്നുള്ളത്, അത് ഈ പറയുന്ന പ്രധാനമന്ത്രി അലോ എന്ന് പറയുന്നത് അദ്ദേഹം ലോകത്തിന്, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ വയനാട്ടിലേക്ക് ഇപ്പോൾ വരുന്നതിന് വേണ്ടിയിട്ടാണ്? കാരണം അദ്ദേഹത്തിന് വന്നേ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ കീഴിലൊരു ജനതയ്ക്ക് ഇത്രയും വലിയൊരു കാഷ്വാലിറ്റി ഉണ്ടായാൽ അദ്ദേഹം വന്നേ പറ്റുള്ളൂ. അദ്ദേഹം അതുകൊണ്ടാണ് എല്ലാ സ്ഥലങ്ങളിലും പോകുന്നത്. നിങ്ങൾ ഏരിയൽ സർവേ എവിടെ തുടങ്ങിയിട്ടാണ്? ഈ മുണ്ടക്കൈ തുടങ്ങിയിട്ട് നിലമ്പൂർ വരെ ഏരിയൽ സർവേ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞത് സുരേഷ് ഗോപി എന്നല്ലേ. അപ്പം അതുവരെയുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ പറയുന്ന 2 ഹോസ്പിറ്റലിൽ ഒരു ക്യാമ്പ്, ബെയിലിപ്പാലം, വെള്ളാർമല ഹൈസ്കൂൾ, ഈ 4 സ്ഥലങ്ങളിൽ എല്ലാം വരും. അപ്പം ഞാൻ പറഞ്ഞത് എല്ലാ സ്ഥലങ്ങളും വന്നു. നമ്മുടെ മുഖ്യമന്ത്രി പോയ എല്ലാ സ്ഥലങ്ങളും എത്തി. അപ്പം ഒരു പരിധിവരെ ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം, നമുക്കൊരു അഭിമാനമാണ് കേട്ടോ. നമ്മുടെ ഒരു പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ദുരന്തത്തെ അഭിസംബോധന ചെയ്യുകയും അതിൻ്റെ ആവശ്യമായ നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നൊരു പ്രധാനമന്ത്രി പറയുകയും ചെയ്ത് വലിയ അനുഭവം വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കവറപ്പ് ചെയ്ത് പോകണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഈ ആരോഗ്യ മേഖലയെ ബന്ധപ്പെട്ട കാര്യം, ഒരു മെഡിക്കൽ കോളേജ് നിർബന്ധമാണ്. ഞാൻ ഈ ഡിസാസ്റ്റർ ഉണ്ടായ ദിവസം വന്ന് ഞാൻ വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ കണ്ടതറിയോ, ചുരത്തിന് താഴെ വണ്ടി തടഞ്ഞു വെക്കുമായിരുന്നു. കാരണം ആംബുലൻസിൽ ഇറങ്ങി വരാൻ ഒരു വണ്ടി വന്ന് ബ്ലോക്കായാൽ വേറെ വണ്ടി പോകില്ല എന്നുള്ളതുകൊണ്ട് രാത്രി ആ റോഡ് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഫ്രീ ആയി കിടക്കുകയായിരുന്നു, കാരണം വേറെ വണ്ടിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം എത്രയോ ദിവസം, നിങ്ങളൊരു ദിവസം ഇങ്ങനെ ചുരം ഇറങ്ങുമ്പോൾ നോക്കിയാൽ മതി, നമ്മളെ ഓവർടേക്ക് ചെയ്ത് എത്ര ആംബുലൻസാണ് താഴേക്ക് പോകുന്നതെന്ന് പറയും. നമ്മൾ തിരിച്ച് ചുരം കയറുമ്പോൾ എത്ര ആംബുലൻസാണ് ഇറങ്ങി പോകുന്നത്. ഇതെല്ലാം എങ്ങോട്ടാണ്? വയനാട്ടിൽ ഈ പറഞ്ഞ ചികിത്സാ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഞാനതിന് ആരെയും കുറ്റം പറയുന്നില്ല. കാരണം നമ്മുടെ സംവിധാനം അങ്ങനെയായി. ഇനി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴത്തെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. Meet the editors.